ടിടിഇക്ക് നേരെ വീണ്ടും അക്രമം എന്ന വാർത്ത വരുന്നു. ആലപ്പുഴയിൽ ജനശതാബ്ദി എക്സ്പ്രസിൽ വെച്ചാണ് സംഭവം. ടിടിഇ ജെയ്സന്റെ കണ്ണിന് പരിക്കേറ്റു എന്നാണ് അറിയുന്നത്. ഭിക്ഷക്കാരനാണ് ആക്രമിച്ചതെന്ന് ടിടിഇ പറഞ്ഞു. കൂടുതൽ വിവരങ്ങൾ ജെയ്സൺ ഇപ്പോൾ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ജെയ്സൺ, എന്നെ കേൾക്കാമോ? എന്താണ് സംഭവിച്ചത്? ഇന്ന് രാവിലെ 120/76 ജനശതാബ്ദി എക്സ്പ്രസിൽ വർക്ക് ചെയ്യാനായിട്ട് പ്ലാറ്റ്ഫോമിൽ ഞാൻ നിൽക്കുകയാണ്. അപ്പൊ ഒരു ഭിക്ഷക്കാരൻ മുഷിഞ്ഞ വസ്ത്രമായിട്ട് ഒരാളിന്റെ അകത്തേക്ക് കയറി. ഇറങ്ങണമെന്ന് ആളോട് പറഞ്ഞു. ടിക്കറ്റ് ഇല്ല ആൾക്ക്. ഇറങ്ങണമെന്ന് പറഞ്ഞ ആള് കൂട്ടാക്കാതെ വീണ്ടും ഫ്രണ്ടിലേക്ക് പോയി ഉണ്ടായ ഒരു വെണ്ടറെ പിടിച്ച് തള്ളി. അതിനുശേഷം ഇദ്ദേഹം തുപ്പാൻ നോക്കി, എന്നെ കൈകൊണ്ട് ഇടിക്കാൻ നോക്കി. അത് കഴിഞ്ഞ് 3-ാം വട്ടം എന്നെ പിടിച്ച് മാന്തി കഴിഞ്ഞപ്പോ എന്റെ വലത്തെ കണ്ണിന്റെ അവിടെ അത് മുറിഞ്ഞു. ഇഞ്ചക്ഷൻ എടുക്കണം. ഞാൻ എറണാകുളം സൗത്തിലേക്ക് എത്താൻ പോവാണ്. ഇപ്പോഴും ഡ്യൂട്ടിയിൽ തുടരുവാണോ? എങ്ങനെയാണ്? ഇപ്പോഴും താങ്കൾ ഡ്യൂട്ടിയിലാണല്ലേ? അതെ, എന്റെ ഡ്യൂട്ടി കഴിയുന്നത് എറണാകുളം സൗത്ത് എത്തുമ്പോഴാണ്. ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് എറണാകുളം വരെയാണ്. ഇന്നലെ എറണാകുളത്ത് നിന്ന് തിരുവനന്തപുരം പോയതാണ്. ഇതേ വണ്ടി തന്നെ. ഇന്നലെ 3:04 പോയി, ഇപ്പൊ 4:04 അവിടെ നിന്നത്. ഈ സമയത്ത് താങ്കൾക്ക് സുരക്ഷ ഒരുക്കാനോ മറ്റോ ആരും ഉണ്ടായിരുന്നില്ല, ഒപ്പം ആരും ഉണ്ടായിരുന്നില്ല അല്ലേ? കുറച്ച് യാത്രക്കാരുണ്ടായിരുന്നു. പിന്നെ എന്റെ സഹപ്രവർത്തകർ വന്നു. അത് കഴിഞ്ഞ് ഗാർഡിന്റെ അടുത്ത് പോയി ഫസ്റ്റ് എയ്ഡ് കിട്ടിയായിരുന്നു. ജെയ്സൺ, നമുക്ക് ആ വിനോദിന്റെ സംഭവത്തിൽ ആ ഞെട്ടൽ ഇതുവരെ മാറിയിട്ടില്ല. പക്ഷെ നിങ്ങളുടെയൊക്കെ ഒരു സുരക്ഷിതത്വം എത്രത്തോളമാണ് എന്നൊരു ആശങ്ക നിലനിൽക്കുമ്പോൾ ഇത്തരത്തിലൊരു വാർത്ത വരുമ്പോൾ ഞങ്ങൾക്കും ഭയമുണ്ട്. എങ്ങനെ കാണുന്നു ഇതിനെ? എന്താ പറയാ, ഇനിയിപ്പോ ഡ്യൂട്ടിക്ക് വരുമ്പോ ഹെൽമെറ്റ് ഇട്ട് നമ്മൾ വരേണ്ടി വരുമ്പോ ഈ കണക്കിന് പോയേക്കാം. എങ്ങനെയാണ് ജെയ്സൺ ഇതിന്റെ പരാതി കൊടുക്കലും മറ്റു കാര്യങ്ങളും ഒക്കെ? ഞാൻ എന്റെ മുതിർന്ന ഉദ്യോഗസ്ഥരായിട്ട് അവരായിട്ട് സംസാരിച്ചതിന് ശേഷം എന്താ ചെയ്യേണ്ടതെന്ന് അവർ പറഞ്ഞനുസരിച്ച് ഇത് തുടർ നടപടികളായിട്ട് അതിലേക്ക് പോകാൻ സാധിക്കും. എന്തായാലും ഫസ്റ്റ് എനിക്ക് ഹോസ്പിറ്റലിൽ പോകണം. പോയിട്ട് ഒരു ടെറ്റനസിന്റെ ഇഞ്ചക്ഷൻ എടുക്കണം അടിയന്തരമായിട്ട്. അതാണ് പ്രാഥമികമായിട്ട് എനിക്ക് വേണ്ടത്. വലിയ മുറിവാണോ ജെയ്സൺ? മുറിവ് വലിയതല്ല, നഖത്തിന്റെ കുറച്ച് പാടുകളുണ്ട്. ബ്ലഡ് വന്നു. ഭയപ്പെട്ടോ പെട്ടെന്ന് ജെയ്സൺ? അദ്ദേഹത്തിന് പരിക്കുണ്ട് എന്നുള്ളതാണ് വളരെ ഗുരുതരമായൊരു പ്രശ്നമാണിത്. കഴിഞ്ഞ ദിവസം ഒക്കെ ടിടിഇമാരുടെ പ്രതിഷേധം ഉണ്ടായിരുന്നപ്പോൾ എത്രത്തോളം ഇത് അധികാരികൾ കാണുന്നുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത്തരത്തിലൊരു വാർത്ത ആവർത്തിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. എത്രത്തോളം അദ്ദേഹത്തിന് പരിക്കുണ്ട് എന്ന് നമുക്കറിയില്ല. അദ്ദേഹം ഇപ്പോൾ ആശുപത്രിയിലേക്ക് പോകുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ടിടിഇമാർക്ക് എത്രത്തോളം സുരക്ഷിതത്വമുണ്ട് എന്നുള്ള കാര്യം വലുതായി ചർച്ച ചെയ്യപ്പെടുന്ന ഈ സമയത്ത് വിനോദ് കഴിഞ്ഞ ദിവസം തൃശ്ശൂരിൽ വെച്ച് ആക്രമണത്തിനിരയാവുകയും അദ്ദേഹത്തെ പുറത്തേക്ക് തള്ളിയിടുകയും ചെയ്ത് കൊലപ്പെടുത്തിയ സംഭവം നമ്മുടെ മുന്നിൽ നിൽക്കുന്ന അതേ ആ ദിവസം, ഒരു ദിവസത്തിന് വ്യത്യാസത്തിൽ ഇത്തരത്തിലൊരു വാർത്ത വരുന്നു എന്നുള്ളത് വളരെ ഗൗരവതരമാണ്.